എന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ മടി കാണിക്കുന്ന മോദി ഭീകരമായ കാട്ടുകൊള്ളയുടെ കറുത്ത കാർമേഘങ്ങൾ ഇന്ത്യക്ക് മേൽ വിതറിയിട്ട് ഇന്ത്യയെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മോദി എന്നും മാധ്യമങ്ങളെ ഫേസ് ചെയ്യാതെ ഒളിച്ചുകളി നടത്തുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നാണം കെടുന്ന അവസ്ഥ ഒഴിവാക്കാനാണ് മോദി എന്നും ശ്രമിച്ചിട്ടുള്ളത്. ഒരു സ്വേച്ഛാധിപതിയുടെ ഉത്ഭവമാണിത്. മാധ്യമങ്ങളെയും ജനങ്ങളെയും അകറ്റി നിർത്തി രാജ്യത്തിന്റെ മുഴുവൻ ഏജൻസികളെയും തന്റെ കാൽ കീഴിലാക്കി മോദി രാജ്യത്ത് ജനാധിപത്യത്തിന്റെ കഴുത്തറുക്കുമ്പോൾ ലെവലേശം ഭയപ്പാടില്ലാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദിക്ക് നേരെ ഉയർത്തിയ ചോദ്യശരങ്ങൾ രാജ്യം ഏറ്റെടുത്ത് മോദിക്ക് നേരെ എറിഞ്ഞു. 3 പത്രസമ്മേളനങ്ങൾ വഴി BJPയുടെ കള്ളക്കളി തുറന്നു കാട്ടി രാഹുൽ ഗാന്ധി. ഇനിയതാ വലിയ വിസ്ഫോടനം സംഭവിക്കാൻ പോകുന്നു. മോദിയുടെ ഇതുവരെ വന്നതിലും വെച്ച് ഏറ്റവും വലിയ തെളിവുകളുമായി ആഞ്ഞടിക്കാൻ പോകുന്നു രാജ്യത്ത്. രാഹുൽ ഗാന്ധി അതിനുള്ള തയ്യാറെടുപ്പിലാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ ആ ഹൈഡ്രജൻ ബോംബിന്റെ സ്ഫോടനം സംഭവിക്കുമ്പോൾ അത് മോദിയുടെ പതനം പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. ചരിത്രത്തിലില്ലാത്ത വിധം രാജ്യം ആഭ്യന്തരമായി തകരുന്ന അവസ്ഥ രാജ്യത്ത് സംജാതമാക്കി മോദി. പഗൽഹാമും ഓപ്പറേഷൻ സിന്ദൂരിനും ശേഷം ചെങ്കോട്ട ആക്രമണവും അതിർത്തി രാജ്യങ്ങളുടെ അതിരുകളിലെ കടന്നുകയറ്റവുമൊക്കെയായി രാജ്യത്തിന്റെ നിലനിൽപ്പിന് തുരങ്കം വയ്ക്കുമ്പോഴും വ്യക്തമായ ഒരു വിശദീകരണം മോദി നൽകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ മൻ കി ബാത്ത് എന്ന നാടകം ഇടയ്ക്കിടയ്ക്ക് നടത്തി രക്ഷപ്പെടുന്നു. അല്ലാതെ രാജ്യത്തിന്റെ ആശങ്കകൾക്കുമേൽ ഒരു ഉത്തരവും മോദി നൽകാറില്ല. ഇന്ത്യയിൽ ഒരു കറുത്ത രാത്രിയുടെ പേടിപ്പെടുത്തുന്ന ഓർമ്മയാണ് നമുക്ക് നൽകുന്നത്. അന്നു മുതലാണ് രാജ്യം മോദിയെ സൂക്ഷിച്ച് വീക്ഷിക്കാൻ തുടങ്ങിയത്. അതോടുകൂടിയാണ് രാജ്യത്തിന്റെ അന്തസ്സ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇടിഞ്ഞത്. നമ്മുടെ സാമ്പത്തിക അടിത്തറ ഇളകിയത്. രാജ്യത്തും ലോകത്തും ഇന്ത്യയുടെ യശസ് എന്നും ഉയർത്തിപ്പിടിച്ചിരുന്ന പ്രധാനമന്ത്രിമാർ ഇന്ത്യയുടെ അഭിമാനമായിരുന്നു. ജവഹർലാൽ നെഹ്റു മുതൽ എന്തിനേറെ പറയുന്നു, BJPയുടെ അടൽ ബിഹാരി വാജ്പേയി പോലും ഇന്ത്യൻ ജനാധിപത്യത്തെ തൊട്ട് കളിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിച്ചിട്ടുമില്ല. പക്ഷെ മോദി ചെയ്യുന്നതോ ഏറ്റവും മ്ലേച്ഛകരമായ രീതിയിൽ ഇന്ത്യയെ, ഇന്ത്യൻ ജനാധിപത്യത്തെ, ഭരണഘടനയെ പുച്ഛിക്കുകയാണ്, ചവിട്ടിത്താഴ്ത്തുകയാണ്. മുൻപ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ മൗൻമോഹൻ സിംഗ് എന്ന് മോദി പരിഹസിച്ചിരുന്നു. മൻമോഹൻ സിംഗ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നില്ല എന്നായിരുന്നു ആക്ഷേപം. മോദിയിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യസഭയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. പത്രസമ്മേളനങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും ഒളിച്ചോടിയിട്ടില്ല. മാത്രമല്ല, ഓരോ വർഷവും 2 തവണയെങ്കിലും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. വിദേശയാത്രകൾക്കിടയിലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ആ മൻമോഹൻ സിംഗിനെയാണ് മോദി പരിഹസിച്ചത്. ആ മോദി ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? മാധ്യമങ്ങളെ ഭയന്ന് ഓടിയൊളിച്ച് അളയിൽ തലയിട്ട് പതുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ തല മാത്രമേ അകത്തുള്ളൂ. യഥാർത്ഥ മോദിയുടെ രൂപം മുഴുവൻ വെളിയിലാണ്. അത് നാടുനീളെ ചർച്ച ചെയ്യുകയുമാണ്. ഈ മോദി ഇന്ന് എങ്ങനെയും രാജ്യത്തെ വിഭജിച്ച് നശിപ്പിക്കുന്ന BJP RSSന്റെ ഒറ്റ അജണ്ട നടപ്പിലാക്കുന്ന ഹീനമായ അവസ്ഥയിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. എന്നാൽ മോദി പ്രഭാവം ഒരു സൈഡിൽ നിന്നും ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് മോദിക്കും അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മോദി അധികാരം നിലനിർത്താൻ സർവ്വസന്നാഹങ്ങളെയും തന്റെ കാൽ കീഴിൽ അമർത്തുന്നത്. SIRലും തിരഞ്ഞെടുപ്പിലെ വോട്ടുകൊള്ളയും വഴി മോദി രാജ്യത്തെ വിഴുങ്ങാൻ തുടങ്ങുമ്പോൾ അതൊക്കെ പൂർണ്ണമായ തെളിവോടുകൂടി രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയിൽ വെളിയിൽ കൊണ്ടുവരുന്നുണ്ട്. രാജ്യത്ത് നടന്ന പാർലമെന്റ് സമ്മേളനങ്ങളിൽ മോദിയുടെ അഴിമതിയുടെ ഒപ്പം മോദി രാജ്യത്ത് ഉണ്ടാക്കിയ അരക്ഷിതാവസ്ഥകളൊക്കെ ഉയർത്തിക്കാട്ടി നടത്തിയ പ്രതിഷേധങ്ങൾ ജനം ഉറ്റുനോക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ മോദിയുടെ BJPയുടെ വളർച്ചയിൽ വലിയ രീതിയിൽ ഇടിവ് സംഭവിക്കുകയാണ്. രാജസ്ഥാനിലും തെലുങ്കാനയിലും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ മുന്നേറ്റം അതിന്റെ ഉദാഹരണമാണ്. ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ അത് തെളിഞ്ഞിരിക്കുകയാണ്. ബീഹാറിലും ഇത്തവണ സംഭവിച്ചതും അതിന്റെ തെളിവാണ്. BJPക്ക് ഒരിക്കലും അവകാശപ്പെടാനില്ലാത്ത വിജയമാണ് അവിടെ സംഭവിച്ചത്. JDUവിന്റെ തണലിൽ BJP തഴച്ചു വളരാമെന്ന് വെറുതെ വ്യാമോഹിക്കുകയാണ്. പുതിയ തലമുറകളിലേക്ക് സംഘപരിവാർ അജണ്ട വാരിക്കോരി കൊടുത്ത് തങ്ങളുടെ അപ്രമാദിത്വം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPക്ക് കനത്ത തിരിച്ചടികൾ അവരുടെ കോട്ടകൾ എന്ന് അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് സംഘപരിവാർ സംഘങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി നുഴഞ്ഞു കയറാൻ BJP ശ്രമിക്കുമ്പോൾ കനത്ത തിരിച്ചടികളാണ് വിദ്യാഭ്യാസ മേഖലകൾ വഴി BJPക്ക് ലഭിക്കുന്നത്. ചാമിയായിലും അലിഘട്ടിലും JNUവിലും IITകളിലും എന്തിനേറെ വാരണാസി സർവകലാശാലയിലും വാരണാസി ABVP എന്ന വിദ്യാർത്ഥി സംഘടനയുടെ അപ്പുറം
ഒരു കൊടി പോലും ഉയർന്നു വരാൻ സമ്മതിക്കാത്തിടത്ത് ABVPയെ മലർത്തിയടിച്ച് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ, ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ, അതെ നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്തിൽ പോലും BJP തകർന്നടിയുന്നത് രാജ്യത്ത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അവിടെയൊക്കെ വോട്ടിംഗ് നടക്കുന്നത് ബാലറ്റ് പേപ്പറിലാണ്. EVM ആയിരുന്നുവെങ്കിൽ മോദി ഒന്ന് കളിച്ചു നോക്കിയേനെ. ഇങ്ങനെയാണ് മോദി രാജ്യത്തിന്റെ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ഏത് ഹീനമായ നടപടികളും രാജ്യത്ത് നടത്തുന്നത്. രാജ്യത്തെ മുസ്ലിം സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ള BJPയുടെ നടപടികൾ ഏറെ ആശങ്കാജനകം തന്നെയാണ്. ഒരിക്കലും സംഘപരിവാർ അനുകൂല അവസ്ഥ മുസ്ലിം ജനവിഭാഗം എടുക്കില്ല എന്നതുകൊണ്ടും ദ്രുതഗതിയിൽ അവരുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നു എന്നതും BJP RSSനെ ചകിതരാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് SIR വഴി ബീഹാറിൽ മുസ്ലിം വിഭാഗത്തിനെ ഒഴിവാക്കിയത്. വഫക്കും പൗരത്വ നിയമവും ബീഹാറിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി നടത്തിയ മുസ്ലിം വോട്ട് വെട്ടിമാറ്റാനടക്കം അതിരൂക്ഷ പ്രതിസന്ധിയാണ് മുസ്ലിം വിഭാഗം രാജ്യത്താകെ നേരിട്ട് വരുന്നത്. സംഘപരിവാർ ഹിന്ദുത്വ അജണ്ട രാജ്യത്ത് നടപ്പിലാക്കാൻ ഏതറ്റം വരെയും ഹിന്ദു വർഗീയവാദികൾ പോകുമെന്നതാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഈ അജണ്ടയിൽ ഒളിഞ്ഞിരിക്കുന്ന കൗശലം 2019 അമിത്ഷാ കേരള സന്ദർശനത്തിൽ പ്രഖ്യാപിച്ചതാണ്. എന്താണത്? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. നമുക്ക് ഹിന്ദുക്കളെ മാത്രം പോരാ, നമുക്ക് പിന്നാക്കക്കാരെയും ദളിതരെയും ആദിവാസികളെയും വേണം എന്നാണ് പറഞ്ഞത്. എന്നുവച്ചാൽ ഇവർ പറയുന്ന ഹിന്ദുവിൽ ഈ പിന്നാക്കക്കാരില്ല, ആദിവാസികളില്ല, ദളിതരില്ല. അപ്പോൾ ആരാണ് ഹിന്ദു? കണ്ടില്ലേ സവർണനായ തമ്പുരാക്കന്മാരുടെ മനസ്സിലിരിപ്പ്. ഉത്തരീയം പുതച്ച് ഗർവമുറ്റിയ തമ്പുരാക്കന്മാരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിന്നിരുന്ന സവർണന്റെ പടിക്കു പുറത്തു നിർത്തി കുഴികുത്തി കഞ്ഞി കൊടുത്ത സമ്പ്രദായം മായ്ച്ചു കളയാൻ മടി കാണിക്കുന്ന സവർണ ഹിന്ദുവിനെ ഇങ്ങനെ ജൽപ്പനങ്ങൾ പൊഴിക്കാൻ കഴിയൂ? ഇവർ വരയ്ക്കുന്ന തിട്ടൂരത്തിനപ്പുറത്തേക്ക് ഒരു ജാതിയും വളരേണ്ട എന്നും ഒരു മതവും വേണ്ട എന്നുമുള്ള വർഗീയത രാജ്യത്ത് ആഴത്തിൽ നടത്തുകയാണ് BJP. രാജ്യത്തെ ശിഥിലീകരിച്ച് ജനാധിപത്യത്തെ ദംശിച്ചുകൊണ്ട് ഇന്ത്യയെ തകർത്തുകൊണ്ട് മോദി രാജ്യത്തെ ഗ്രസിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ഗതികേടാവുകയാണ്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികളുടെ ഉദ്യമം രാജ്യത്തെ ജനാധിപത്യത്തെ പൊതിഞ്ഞു പിടിക്കുക എന്നതാണ്. ഏതു മോദി പ്രഭാവത്തെയും തകർത്തെറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി രാജ്യത്തെ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കുകയാണ്. മോദി എവിടെ ഒളിച്ചാലും ജനകീയ വിചാരണ നേരിട്ട് രാജ്യം വിടേണ്ടി വരുന്ന കാലം വിദൂരമല്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.